അതെ, നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്നാട്ടോ കാര്യമായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുറെ നോയ്സ് ആയിട്ടാണ്. നമ്മൾ കോളേജിൽ പോയിട്ട് സൈൻ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് നമ്മുടെ എടപ്പോയിലേക്ക് പോകാൻ ടൈമില്ല. നമുക്ക് ലൈബ്രറി പോകണം, എക്സാം ഒക്കെ വരുമല്ലേ, അപ്പം പഠിക്കുക അതൊക്കെ വേണം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനപ്പോയെ പോകുന്നു, അവിടെ എന്തൊക്കെ തിരിച്ചു വരുന്നു, ലൈബ്രറി കയറുന്നില്ല, അവിടെ വരെ ആട്ടോ നമ്മൾ എടുത്ത്. നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. സമയം 1:09 ആവാറായി. നമുക്ക് 12 മണിക്കായിരുന്നു അപ്പോയിൻമെന്റ്. നിൽക്കുന്നേ ഉള്ളൂ. ഡോക്ടറിന്റെ പാട് നോക്കി പോകും. നമ്മൾ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. 3 മണി വരെ എന്ന് വെച്ചാൽ ഫുഡ് ടൈമാണ് ഇപ്പോൾ 1 to 2. അപ്പം ഫുഡ് കഴിക്കാൻ പോകുന്ന അറിയത്തില്ല. എന്നാലും 3 മണി വരെ ഉണ്ടെന്നൊരു സമാധാനത്തിലാണ് നമ്മൾ പോകുന്നത്. അതെ, എന്തായാലും വ്ളോഗ് എടുക്കാൻ തുടങ്ങി. അപ്പൊ എന്തായാലും അവിടെ വരെ എത്താം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അതെ, തിരക്ക് നോക്കിയേ, ഇരിക്കാൻ സീറ്റ് കിട്ടൂല, ഉറപ്പിച്ചിട്ട് നിന്നുവാ. ഗൈസ്, നമ്മൾ ബസ് നോക്കി നിൽക്കുന്ന ഗ്യാപ്പിൽ ഓരോ ജ്യൂസൊക്കെ മേടിച്ച്, അപ്പം ഞങ്ങൾ 5 പേര് 5 വെറൈറ്റി ഫ്ലേവറൊക്കെയാണ് മേടിച്ചേക്കുന്ന ജ്യൂസ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹൈ എക്സ്പെക്റ്റേഷനോടുകൂടി മേടിച്ചൊരു മുട്ടായിയാണ് ഈ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസൊക്കെ അങ്ങ് പോയായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും വലിയ കാര്യമായിട്ട് അത് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കഴിച്ച് പിന്നെയും ബസ് നോക്കിയിരിപ്പ് തന്നെയായിരുന്നു. ഇവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു, കാരണം എല്ലാ ബസ്സും അവിടെ കൊണ്ട് നിർത്തുന്നു. ഇപ്പം നമ്മളെന്തായാലും അവിടെ പോയി നിൽക്കാൻ തീരുമാനിച്ചു. നമ്മളവിടെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പം വന്നിനി ഇവിടെ ബസ് നിർത്തുന്നത്, ഇവിടെ ബസ് നിർത്തുന്ന നോക്കാം. ഭയങ്കര ഭാഗ്യമായതുകൊണ്ട് അതെ, നമുക്ക് എന്തായാലും പോയി നോക്കാം. ചമ്മു ആണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഡോക്ടർ കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്നിട്ട് സംഭവമാണെങ്കിൽ ഞങ്ങളും നിങ്ങളും മാത്രം അറിയുക. ഓക്കെ, ഇത് കോളേജാണ് ശരിക്കും. ബസ് കൊണ്ട് നിർത്തുന്നത് കോളേജ്. ഇതിന് കോളേജ് ക്ലിനിക്കിലുണ്ട്. ക്ലിനിക്കിൽ കുറച്ച് നമ്മൾ നടന്നു പോകണം. ഇത് കോളേജിന്റെ ഫ്രണ്ടിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഞാൻ സെക്കൻഡ് ടൈം. അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇത് എവിടെയാണ്. ഞാൻ വിചാരിച്ചതായിരിക്കും ഹോസ്പിറ്റൽ. പിന്നെ ഇവർ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകണം. എന്നാൽ ഞങ്ങൾ കോളേജ് ഗൈസ് തീരെ അഭിനയിക്കാണ്ട് നടക്കുന്നതാണ് നിങ്ങളിപ്പം കാണുന്നത്. പറഞ്ഞ് ചെയ്യിക്കാൻ തീരെ തോന്നത്തില്ല. നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ സൗണ്ട് കുറച്ചായിരുന്നു വീഡിയോ റെക്കോർഡ് ചെയ്തത്. പിന്നെ നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ തീരെ സൗണ്ട് ഇല്ലാന്ന് തോന്നിയതുകൊണ്ട് വോയിസ് കട്ട് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച്. അന്ന് ഓഗിനെ കാണിക്കാനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത്. അവൾക്ക് കുറച്ച് ഡെൻ്റൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഡോക്ടർ അന്ന് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് ഡോക്ടറെ കാണാൻ പറ്റുക എന്നുള്ള അറിയാൻ വേണ്ടി ഞങ്ങൾ റിസപ്ഷനിൽ ചെന്നു. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്തായാലും ഞങ്ങളോട് പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യുക, അവർ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും കുറച്ചധികം നേരം എടുത്തായിരുന്നു. തിരക്കുള്ളതുകൊണ്ടാവാം എന്താണെന്നറിയില്ല, ഞങ്ങളുടെ പേര് വിളിക്കാൻ കുറേ താമസിച്ച്. ഞങ്ങളുടെ പിന്നെ വരുന്നവരെയും പോകുന്നവരെയും എല്ലാം നോക്കി നമ്മളെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ, നമുക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് വിശക്കാനൊക്കെ തുടങ്ങി. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. സമയം നീക്കാൻ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടി അവിടെ ഇരുന്ന്. 2 മണി ആവാറായി. കുറേ വിളിക്കുന്നില്ല. ഞങ്ങൾ എനിക്ക് വന്ന ആൾക്കാരായിട്ട് വിളിച്ചതാണ്. എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. സമയത്തിന് വല്ല ഫാക്റ്റാണ്. പക്ഷെ നമുക്ക് പറ്റുന്നതിന് വരാൻ പറ്റുള്ളൂ. അവർക്ക് സൗകര്യത്തിൽ നമുക്ക് വരാൻ പറ്റില്ല. നൂറുകൂട്ടം ജോലികളുണ്ട് അവിടെ. ഞാൻ ഫസ്റ്റ് നേരത്തെ വന്നത് ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള ഇവിടെ കണ്ടിട്ടില്ല. വെറുതെ ഇരിക്കുമല്ലേ. പോസ്റ്റ് സത്യമാണ്. ഞാൻ വിശക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പുറത്ത് പോയി കാണാന്ന് വിചാരിച്ചു. പറഞ്ഞോ പുറത്തൊന്നും പോയില്ല. ചമ്മി കഴിച്ച് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി എണീറ്റൊക്കെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും ചാടി കിട്ടി. ഇപ്പൊ എവിടെ പോകാൻ പറഞ്ഞു? ഡിപ്പാർട്ട്മെന്റിൽ പോകാൻ പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിലേക്ക്. ഓളോട് നേരത്തെ വെച്ചിട്ട് സെക്കൻഡ് എന്ന് പറഞ്ഞു. സെക്കൻഡ് ആണോ ചോദിച്ചത്? ഞങ്ങളുടെ കുട്ടിക്ക് കുറച്ച് ഓർമ്മ ചുമ്മാ
പുറകെ പോകാം, നമുക്ക് വഴിതെറ്റി പോകും. അമ്മേ അടുത്ത സ്റ്റെപ്പ് കയറി മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. തിരക്ക് കാണിക്കുന്നത്. ഇതാണ് ഞാൻ ഇന്ന് നടന്നു പോകുന്നുണ്ട്. നല്ല തിരക്കാണ്. ഇന്നൊന്നും തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരി, എന്നാൽ ഞങ്ങൾ കട്ട് ചെയ്യുവാണ്. തിരക്ക് ആൾക്കാരെ എടുക്കാൻ പറ്റൂലേ. നമ്മളിതേ കൺസൾട്ടേഷൻ റൂമിൽ കയറി അവിടെ നിറച്ചു ആൾക്കാരാ, ഇരിക്കാനൊന്നും സ്ഥലമില്ല. അപ്പം നമ്മൾ എന്തായാലും പുറത്ത് എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് ഇതേ സ്റ്റെപ്പിൽ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നു. ഓഗി മിന്നു കൺസൾട്ടേഷൻ റൂമിനുള്ളിലാണ്. അവർക്ക് ഇതേ അവിടെ സീറ്റ് കിട്ടി. ഓഗി എന്തോ കോപ്രായം കാണിക്കുന്നു, എന്നാന്ന് അവർക്കും അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല. ഇനിയിപ്പോൾ ഒരു വെറൈറ്റി സാധനം നമുക്ക് കേൾക്കാം. എൻ്റെ നൂറോളം ഫാൻസ് പറഞ്ഞു കാരണം ഞാനൊരു പാട്ട് പാടിക്കാണ്. പുലക്കിനാരോട്ടും തോൽക്കാമേ കടലിൽ നന്മയ്ക്ക് മടിയിൽ പാലോട്ടോ സ്നേഹം കഴിഞ്ഞേ അറിഞ്ഞു പാലോട്ടാണ് വിശന്ന പണ്ട കിട്ടുമ്പോൾ എൻ്റെ എന്റർടൈൻമെന്റ് അഭിപ്രായങ്ങളൊക്കെ എന്നെ പറ്റി. ശരിക്കും ഞാൻ ടോപ്പാക്കിയത് ശരിക്കും ബോക്സായി. അതിനൊക്കെ ഇരുന്നാൽ മാത്രമേ എനിക്കാവുന്ന വിഷമത്താവത്തുള്ളൂ. ഓക്കെ, ശരി ഗൈസ്. പറക്കുവാൻ ചിറകുകൾ വേണമെന്നില്ല, പൂക്കാൻ അറിയാവുന്നൊരു ചങ്ങ കൂടെ ഉണ്ടായാൽ മതി. ശുഭദിനം. എനിക്കൊന്നും ഇവിടുത്തെ മാമൊന്നും ഞങ്ങളുടെ സ്റ്റെപ്പ് ഇരിക്കുമായിരുന്നു. താഴെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വളരെ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്ത് വന്നപ്പം പുള്ളിക്കാരി ഞങ്ങളോട് കാര്യം തോന്നിട്ട് ദാക്ഷിണ്യം തോന്നിട്ടാണ് എന്താണെന്നറിയില്ല. ഞങ്ങൾ പറഞ്ഞ് മേളിൽ തേർഡ് ഫ്ലോർ സീറ്റുണ്ട്, അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. കൂടെയായിട്ട് ചോദിച്ചു. ഇനി അങ്ങോട്ട് പോകുന്നു. One eternity later. ഗൈസ്, അങ്ങനെ ദേ ഓഗി ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് തന്നെ കൺസൾട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല, നേരെ ഹോസ്റ്റലിൽ പോവാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കണം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. വന്നപ്പോൾ തൊട്ടേ വിശക്കാൻ തുടങ്ങിയതാ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഫുഡ് കഴിക്കുക. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം, നമുക്കിനി നടന്ന് ബസ് സ്റ്റോപ്പിൽ ചെല്ലണം. അപ്പോൾ അത് ഇനിയിപ്പം നമ്മൾ ബസ് കയറാൻ വേണ്ടി പോവാം. ബസ്സൊക്കെ കയറി സീറ്റൊക്കെ കിട്ടി. ഇനിയിപ്പോൾ സമയം തള്ളി നിൽക്കണമല്ലോ, നമുക്ക് അവിടെ എത്തുന്നോടം വരെ സമയം തള്ളി നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ബസ്സിലിരുന്ന് മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ് അവസാനം എന്ത് ചെയ്യും, നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ഷോട്ടും പിന്നെ ബസ്സിൽ കാരണം ടൈം പോയായിരുന്നു. കാരണം ഞാൻ അപ്പോൾ കാണിച്ചില്ല, 4 മണി എന്തോളം ആയായിരുന്നു. നല്ല ടൈം പോയി, നല്ല ആയിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ലൈബ്രറി കയറണം, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. നല്ല വിശപ്പുണ്ട്. ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ട വാക്കായിരിക്കും വിശക്കുന്നു വിശക്കുന്നു വിശക്കുന്നു. എന്തായാലും ഇത് നമ്മൾ കഴിക്കാൻ പോകണം. വിശപ്പ് മാറ്റിയിട്ട് വരാം. കാണിക്കാം. ശേഷം അപ്പം ഈ വ്ളോഗിന്റെ വൈൻഡപ്പ് എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റിയില്ലായിരുന്നു. കാരണം വൈൻഡപ്പ് എടുത്തു നമ്മള്, പക്ഷെ നമ്മൾ പുറത്ത് നിന്ന് എടുത്ത കാരണം ബാക്ക്ഗ്രൗണ്ടിൽ എന്താണോ അതാണ് എടുത്തു നിൽക്കുന്നത്. നമ്മുടെ വോയിസിനെ കിട്ടുന്നില്ല. അത് നമ്മുടെ എഡിറ്റിങ്ങിന് വേണ്ടി വെച്ചപ്പോഴാണ് നമ്മളത് അറിയുന്നത്. പിന്നെ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഗുമ്മ കാണില്ല, വൈൻഡപ്പ് അല്ലേ. അപ്പം ആ വൈൻഡപ്പ് നമ്മുടെ ഇപ്പൊ വീഡിയോ എടുത്ത് ചെയ്യുവാണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ എടുക്കുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.